വേട്ടക്കാരി അധ്യായം 10. കാരണവർ കേശവ് ഇമകൾ ചലിപ്പിക്കാതെ പരമശിവയുടെ ഭാവമാറ്റം ശ്രദ്ധിച്ചു നിന്നു. സൂര്യകാന്തിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അച്ഛനെയും കാരണവരെയും അവൾ മാറി മാറി നോക്കി. പരമശിവയുടെ മുഖഭാവത്തിൽ നിന്ന് അരുതാത്തതെന്തോ നടന്നിട്ടുണ്ടെന്ന് അവൾക്ക് തിരിച്ചറിയാനായി. പക്ഷേ എന്ത്? 25 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അന്ന് താൻ ജനിച്ചിട്ടേയുള്ളൂ. പക്ഷേ കോവിലൂർ എന്ന സ്ഥലത്തു നിന്ന് ഇപ്പോൾ താമസിക്കുന്ന ഭാഗത്തേക്ക് പോന്നത് നല്ല ഓർമ്മയുണ്ട്. പരമശിവയുടെ സ്തബ്ധതയിലേക്ക് കാരണവരുടെ ശബ്ദം പിന്നെയും ചിതറി വീണു. ചരൽ വാരി മുഖത്തെറിയുന്നത് പോലെയുള്ള പരിഹാസം. റേഞ്ചർ മാത്യു സാർ മരിച്ചു വർഷങ്ങളായി. പക്ഷേ വിധിയുടെ നിയോഗം പോലെ സജിയം തമ്പി സാറിന്റെ മകനിപ്പോൾ ആ വീട്ടിൽ പോകേണ്ട കാര്യമുണ്ടായി. പരമശിവ മുഖം കുനിച്ചു നിന്ന് ഉമിനീർ വിഴുങ്ങി. കാരണവരുടെ ചുണ്ടിൽ നിന്ന് വാക്കുകൾ അടർന്നു വീണു. പോയത് മറ്റൊന്നിനുമല്ല, തമ്പി സാറിന്റെ മകൻ റെജി ടി തോമസിന് ഇവിടേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ ഒരു പൂതി. മറയൂരോ കാന്തല്ലൂരോ കുറച്ച് സ്ഥലം മേടിക്കണം. മാത്യു സാറിന് കോവിലൂരിൽ കുറച്ച് ഭൂമിയുണ്ടെന്നും ആരും നോക്കാനില്ലാതെ അത് കിടക്കുകയാണെന്നും റെജിക്ക് അറിയാമായിരുന്നു. അത് വാങ്ങാൻ മാത്യു സാറിന്റെ മക്കളുമായി അയാൾ ഡീൽ ഉറപ്പിച്ചു. വസ്തുവിന്റെ പ്രമാണം തപ്പിയെടുത്തപ്പോഴാ അത് നിങ്ങൾ കൈമാറ്റം ചെയ്ത സ്ഥലമാണെന്ന് അറിഞ്ഞത്. രസം അതല്ല, ആ പ്രമാണം ഒരു ഡയറിക്കുള്ളിലാക്കിയ മാത്യു സാറ് പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. കാരണവർ കേശവ് ഒന്ന് നിർത്തി. പരമശിവ ശ്വാസം വലിച്ചു വിട്ടു. ഇക്കാര്യമൊക്കെ എന്തിനാ കാരണവർ സാറ് ഞങ്ങളോട് പറയുന്നത്? സൂര്യകാന്തി കൂടുതൽ അസ്വസ്ഥയായി. അപ്പോൾ കാരണവർ ചിരിച്ചു. ആ വസ്തു മാത്യു സാറിന് കൊടുത്തത് നിന്റെ തന്തയാണല്ലോ. അത് വാങ്ങിയ റെജി ടി തോമസ് അടുത്തയാഴ്ച എത്തും. ഏത് രജിസ്ട്രാർ ഓഫീസിലും ഇപ്പോൾ പ്രമാണം രജിസ്റ്റർ ചെയ്യാവുന്നത് കൊണ്ട് നാട്ടിൽ വെച്ച് തന്നെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു. റെജി വന്നാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കോവിലൂരെ ആ 5 ഏക്കർ ഭൂമി JCB കൊണ്ട് ഇളക്കും. 25 വർഷം മുമ്പുള്ള എന്തെങ്കിലും നിധി കിട്ടിയാലോ? പരമശിവ അത് കേട്ട് അടിമുടി വിറച്ചു. ശരങ്ങൾ കണക്കെ കാരണവരുടെ വാക്കുകൾ അയാളുടെ കാതുകളിലേക്ക് തുളഞ്ഞിറങ്ങി. ഇനി കിട്ടുന്നത് നിധിയല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. മാത്യു സാറിന്റെ ഡയറിക്കുറിപ്പ് അനുസരിച്ച് അത് വല്ല ഫോസിലുമാവാം. ആ അസ്ഥിത്തുണ്ടുകളിൽ നിന്ന് അത് മണ്ണിനടിയിലായ കാലമൊക്കെ ഫോറൻസിക്കുകാർ കണ്ടെത്തും. DNA ടെസ്റ്റിൽ അത് തമ്പി സാറിന്റെ അസ്ഥിയോ മറ്റോ ആണെന്ന് തെളിഞ്ഞാൽ അതവിടെ വന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏൽക്കേണ്ടി വരും. പരമശിവേ, 25 വർഷം മുമ്പുള്ള ചരിത്രവും തനിക്ക് ഛർദ്ദിക്കേണ്ടി വരും. കടുപ്പിച്ചു പറഞ്ഞിട്ട് കാരണവർ കേശവ് ജീപ്പിൽ കയറി. അത് വട്ടം തിരിഞ്ഞ് റോഡിലേക്ക് പോയിട്ടും ശിലകണക്കെ നിന്നോ പരമശിവ. അച്ഛാ. സൂര്യകാന്തി അയാളെ തോണ്ടി. കടന്നൽ കുത്തു ഏറ്റതുപോലെ പരമശിവ ഞെട്ടി ഉണർന്നു. അച്ഛനെന്ത് പറ്റി? അയാൾ അങ്ങനെ പറഞ്ഞതിന് അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? തോളിൽ കിടന്ന തോർത്തുയർത്തി പരമശിവ മുഖം തുടച്ചു. നമുക്ക് പോകാം കാന്തി, എനിക്കൊന്ന് കിടക്കണം. രക്ഷപ്പെടാൻ എന്നവണ്ണം അയാൾ പെട്ടി ഓട്ടോയിൽ കയറി. സൂര്യകാന്തി അത് സ്റ്റാർട്ട് ചെയ്ത് പറത്തിവിട്ടു. വീട്ടിൽ എത്തിയ പാടെ കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചിട്ട് പരമശിവ കട്ടിലിലേക്ക് വീണു. അച്ഛനോട് ഇപ്പോഴൊന്നും ചോദിക്കേണ്ടെന്ന് സൂര്യകാന്തിയും കരുതി. പതിവ് പോലെ അമ്മു കാത്തു നിൽക്കുകയായിരുന്നു. സൂര്യകാന്തി പുലിക്ക് ഇറച്ചിയെടുത്ത് കൊടുത്തു. എന്നിട്ട് അടുക്കളപ്പണികൾ പെട്ടെന്ന് തീർത്തു. പുലി വനത്തിലേക്ക് തിരിച്ചുപോയി. തലേന്ന് അറുത്തു വെച്ചിരുന്ന പുല്ലും കാടിയും സൂര്യകാന്തി മാടുകൾക്ക് കൊടുത്തു. പിന്നെ മടങ്ങിച്ചെല്ലുമ്പോഴും കട്ടിലിൽ തന്നെ ഉണ്ടായിരുന്നു പരമശിവ. കണ്ണുകൾ മേൽക്കൂരയിൽ എവിടെയോ തറഞ്ഞു നിൽക്കുകയാണ്. റേഞ്ചർ മാത്യു സാർ ആ സംഭവം ഡയറിയിൽ കുറിച്ചു വെക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. 25 വർഷങ്ങൾ. കരിമ്പോലയിൽ ചിതറിയ ചോരത്തുള്ളികളുടെയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സജിയം തമ്പിയുടെയും ഓർമ്മചിത്രം ആ മനസ്സിൽ തെളിഞ്ഞു വന്നു. ചോരയൊലിക്കുന്ന അരിവാളുമായി പുലർച്ച. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പോലീസിന് കീഴടങ്ങാൻ ഒരുക്കമായിരുന്നു അവൾ. എന്നാൽ താൻ സമ്മതിച്ചില്ല. പിന്നെ ചെയ്തതൊക്കെ റേഞ്ചർ മാത്യു സാറിന്റെ നിർദ്ദേശപ്രകാരം. അച്ഛാ. സൂര്യകാന്തി പരമശിവയ്ക്കരികിലായി കിടക്കയിൽ ഇരുന്നു. മിഴികൾ തിരിച്ച് അയാൾ ദയനീയമായി അവളെ നോക്കി. മോളെ. സൂര്യകാന്തി അച്ഛന്റെ ശോഷിച്ച വിരലുകൾക്കിടയിൽ തന്റെ കൈവിരലുകൾ കോർത്തു. ഒരിക്കൽ ഉരുക്ക് പോലെയിരുന്ന വിരലുകൾ ഇപ്പോൾ തണുത്ത് ദുർബലമായിരിക്കുന്നു. കാരണവർ സാർ ചുമ്മാതെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 25 വർഷം മുമ്പ് ശരിക്കും എന്താണച്ഛാ സംഭവിച്ചത്? പരമശിവയുടെ കണ്ണുകൾ പെട്ടെന്നടഞ്ഞു. ചുണ്ടിൽ നിന്ന് ഒറ്റ വാക്ക് മാത്രം പുറത്തു വന്നു. കൊലപാതകം. തീപ്പൊള്ളലേറ്റതുപോലെ സൂര്യകാന്തി വിരലുകൾ പിൻവലിച്ചു. ആരാ മരിച്ചത്? സജിയം തമ്പി. ശിരസിലേക്ക് മരം കടപുഴകി വീണതുപോലെ തോന്നിയ സൂര്യകാന്തിക്ക് അയാളെ കൊന്നത് ആരാണച്ഛാ?
അവളുടെ സ്വരം വിറച്ചു. പുലർച്ച നിന്റെ അമ്മ. 25 വർഷം മുമ്പ് നടന്ന ആ സംഭവം പരമശിവ മകൾക്ക് മുന്നിൽ വിവരിച്ചു. എല്ലാം കേട്ട് അവിശ്വസനീയ ഭാവത്തിൽ ഇരുന്നു സൂര്യകാന്തി. അമ്മയുടെ രൂപം ഇന്നും മനസ്സിലുണ്ട്. ആ അമ്മ സജിയം തമ്പി സാറിനെ വെട്ടിക്കൊല്ലുന്ന രംഗം അവൾ സങ്കൽപ്പിച്ചു നോക്കി. 4 പുരുഷന്മാരുടെ മനോബലമുള്ളവളായിരുന്നു അമ്മ. അത് തനിക്കറിയാം. ഏതു മൃഗത്തിന് നേർക്ക് കാഞ്ചി വലിക്കുമ്പോഴും അമ്മയുടെ കൈവിരലുകൾ വിറച്ചിട്ടില്ല, മനസ്സ് പതറിയിട്ടില്ല. പെട്ടെന്ന് സൂര്യകാന്തി തിരക്കി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ കൊന്ന ശേഷം നമ്മൾ എന്തിനാ ആ റേഞ്ചർക്ക് കോവിലൂരെ ഭൂമി കൊടുത്തത്? എന്നെ ഫോറസ്റ്റുകാർ പിടിക്കാതിരിക്കാൻ. നിനക്കോർമ്മയില്ലേ അത്? നേർത്ത മഞ്ഞിനുള്ളിൽ എന്ന വണ്ണം സൂര്യകാന്തിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. കൂടുതൽ ചിന്തിച്ചപ്പോൾ മഞ്ഞ് നീങ്ങുകയും ഓർമ്മ കൂടുതൽ തെളിയുകയും ചെയ്തു. 20 വർഷം മുമ്പ് കോവിലൂർ. കല്ലുകെട്ടിയ ഭിത്തികളുള്ള ഒരു വീട്, ഓടുമേഞ്ഞ മേൽക്കൂര, മുറ്റത്ത് രക്തവർണ്ണമുള്ള ധാരാളം റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. 5 വയസ്സുകാരി സൂര്യകാന്തി ദിവസവും രാവിലെ അടർന്നു വിടർന്ന പൂക്കൾ എണ്ണി നോക്കും, മണത്തു നോക്കും, പൂക്കളുമായി കൊഞ്ചിക്കുഴയും. മോളെ, റോസാമുള്ള കയ്യിൽ തറയാതെ നോക്കണേ. അടുക്കളയിൽ നിന്ന് പുലർച്ച വിളിച്ചു പറയും. വീടിന്റെ പിൻഭാഗം ചെരിഞ്ഞ ഒരു പ്രദേശമാണ്. അതിനപ്പുറത്ത് വനം. വനത്തെയും പരമശിവയുടെ പുരയിടത്തെയും വേർതിരിക്കുന്നത് പതഞ്ഞൊഴുകുന്ന ഒരരുവിയാണ്. മിനുസമേറിയ പാറകളിൽ തട്ടി ഒഴുകുന്ന ആ അരുവി കിഴക്കോട്ടൊഴുകുന്ന പാമ്പാർ നദിയിലാണ് അവസാനിക്കുന്നത്. മലമടക്കുകളിൽ സദാ ജലപാതത്തിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും. വനത്തിൽ പുലിയും കാട്ടുപോത്തുമൊക്കെയുണ്ട്. പരമശിവ 2 ദിവസം മുമ്പേ വേട്ടയ്ക്കായി വനത്തിൽ കയറിയതാണ്. മടങ്ങിയെത്തിയിട്ടില്ല. വീടിന് പിന്നിൽ ഇറങ്ങി നിന്ന് പുലർച്ചെയും സൂര്യകാന്തിയും വനത്തിലേക്ക് നോക്കും. അകലെയുള്ള കുന്നിൻ മുകളിൽ പരമശിവ എത്തുമ്പോൾ തന്നെ അവർക്ക് കാണാൻ കഴിയും. പക്ഷേ അയാൾ കുന്നിറങ്ങി വീട്ടിലെത്താൻ പിന്നെയും മണിക്കൂറുകൾ എടുക്കും. 4-ാം ദിവസമാണ് പരമശിവ മടങ്ങി വന്നത്. ഉച്ച കഴിഞ്ഞ നേരത്ത് കാന്തി. മുറ്റത്തുനിന്ന് വിളി കേട്ടതും പുലർച്ചയ്ക്കൊപ്പം അടുക്കളയിലായിരുന്ന സൂര്യകാന്തി പുറത്തേക്ക് ഓടിയെത്തി. തോളിൽ ഇരട്ടക്കുഴൽ തോക്കും, തലയിലൊരു വലിയ ചാക്കുകെട്ടുമായി പരമശിവ. ഉരുക്കു പോലെയുള്ള ശരീരം. പുലർച്ചെയും കാന്തിക്ക് പുറകെ ഇറങ്ങി വന്നു. പരമശിവ തോക്ക് തറയിൽ കുത്തി ഭിത്തിയിലേക്ക് ചാരി വെച്ചു. പിടിച്ചിറക്കടി, പുലർച്ചയോട് പറഞ്ഞിട്ട് ശിരസിലിരുന്ന ചാക്കുകെട്ടുമായി അയാൾ മുന്നോട്ടാഞ്ഞു. പുലർച്ച അതിൽ താങ്ങിപ്പിടിച്ച് തിണ്ണയിലേക്കിറക്കി. 10-60 കിലോ തൂക്കം വരുമായിരുന്നു ചാക്കിന്. കുറച്ച് വെള്ളം താ. പരമശിവ തിണ്ണയിൽ മുറ്റത്തേക്ക് കാൽ നീട്ടിയിട്ട് ഇരുന്നു. ആ തക്കത്തിന് സൂര്യകാന്തി അയാളുടെ മടിയിൽ കയറി. അച്ഛനെന്താ വൈകിയേ? കാട്ടിലെ കാര്യമല്ലേ മോളെ, അങ്ങനെ സമയം നോക്കി വരാൻ പറ്റുമോ? അയാൾ അവളുടെ മുടിയിഴകളിൽ തടവി. അച്ഛനെ കാണാഞ്ഞ് മോൾക്ക് പേടിയായിരുന്നു. പേടിയോ? ഓട്ടുപാത്രത്തിൽ പുലർച്ച കൊണ്ടുവന്ന വെള്ളം വായിലേക്ക് ചരിച്ചു പരമശിവ. അത് പകുതിയോളം കുടിച്ചിട്ട് സൂര്യകാന്തിയോട് തുടർന്നു. അച്ഛനേക്കാൾ ധൈര്യമുള്ള അമ്മ ഇവിടെ ഉള്ളപ്പോ മോളെന്തിനാ പേടിക്കുന്നേ? ഒന്ന് പോന്നേ. കള്ളച്ചിരിയോടെ പുലർച്ച പരമശിവയുടെ തോളിൽ നുള്ളി. പിന്നെ അയാൾ ചുമന്നുകൊണ്ടുവന്ന ചാക്കിന്റെ മൂടി അഴിച്ചു. ഉണക്ക മാംസത്തിൻ്റെതുപോലെ ഒരു ഗന്ധം അവിടെ പരന്നു. മ്ലാവിറച്ചിയാ. ഞാൻ പോയ അന്ന് തന്നെ ഇവനെ അങ്ങ് തീർത്തു. പിന്നെ അറുത്തെടുത്ത് പാറപ്പുറത്തിട്ട് 3 നാൾ ഉണക്കി. എന്നിട്ടും ശരിയായിട്ടില്ല, പരമശിവ അറിയിച്ചു. ഇനി പഴുത്തു പോകത്തില്ല, എന്നാലും ഉണക്കണം. ഭക്ഷണശേഷം അയാൾ ചാക്കുകെട്ട് അടുക്കളയിൽ എത്തിച്ചു. അടുപ്പിന് മുകളിൽ വിറകുണക്കാൻ മരത്തട്ട് ഉണ്ടായിരുന്നു. കട്ടി കുറച്ച് നീളത്തിൽ അറുത്തെടുത്ത മ്ലാവിന്റെ ഇറച്ചിയിൽ ഉപ്പും കുരുമുളക് പൊടിയും പുരട്ടി തട്ടിൽ അടുക്കിയത് പുലർച്ചെയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ അതിനു മീതെ കുറച്ച് വിറകും അടുക്കി. ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ തട്ടിൽ വിറക് മാത്രമാണെന്നേ തോന്നൂ. അടുപ്പിൽ കാട്ടുകമ്പുകളിട്ട് അവൾ തീ പിടിപ്പിച്ചു. പരമശിവ കാട്ടുചോലയിൽ പോയി കുളിച്ചു വന്നു. പശുവിന് പുല്ലറുക്കണ്ടേടി. അയാൾ പുലർച്ചയ്ക്ക് നേരെ നോക്കി. നിങ്ങള് ക്ഷീണിച്ചു വന്നതല്ലേ, ഞാൻ പോയി അറുത്തോളാം. എങ്കിൽ ശരി, ഞാനൊന്ന് കിടക്കട്ടെ. പരമശിവ കട്ടിലിലേക്ക് ചരിഞ്ഞു. 4 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട്. അയാൾ പെട്ടെന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. കൊഴുത്തു തടിച്ച 4 ചുവന്ന പശുക്കളുണ്ടായിരുന്നു പുലർച്ചയ്ക്ക്. അവയിൽ 2 എണ്ണം കറവയുള്ളതാണ്. രാവിലെ കറന്നെടുക്കുന്ന പാൽ കോവിൽ കടവിലെ ഹോട്ടലിൽ നടന്നു കൊണ്ടുപോയി കൊടുക്കും പുലർച്ച. പുല്ലറുക്കാനായി അവൾ വലിയ ചാക്കും അരിവാളും എടുത്തു. അരുവി കടന്ന് വനത്തിൽ പോകണം, പുല്ല് ശേഖരിക്കാൻ. വീടിന് പുറകിലെ ചരിഞ്ഞ പ്രദേശം മുഴുവൻ പകുതി വിളവെത്തിയ കരിമ്പുകളാണ്. ഇടതും വലതും ഭാഗങ്ങളിൽ കാബേജും വെളുത്തുള്ളിയും ക്യാരറ്റും വിളഞ്ഞു നിൽക്കുന്നു. പുലർച്ച വാതിൽ ചാരിയിട്ട് മുറ്റത്തേക്കിറങ്ങിയതും പിന്നിൽ നിന്ന് സൂര്യകാന്തിയുടെ വിളി വന്നു. അമ്മ,
ഞാനും വരട്ടെ? വേണ്ട മോളെ, അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ. അച്ഛൻ ഉറങ്ങുക. പുലർച്ച ഒരു നിമിഷം അവളെ നോക്കി നിന്നു. ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോയാലും കുഴപ്പമാണ്. ശിവേട്ടനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. വിളിച്ചുണർത്തി ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കും. എങ്കിലും അവൾ മകളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. മോളെ, വനത്തിൽ അട്ടയുണ്ട്, കടിച്ചു കീറുന്ന മൃഗങ്ങളുണ്ട്. എങ്കിൽ നമുക്ക് ഈ തോക്കും കൂടെ കൊണ്ടുപോകാം. വേട്ട കഴിഞ്ഞ പരമശിവ കൊണ്ടുവച്ച തോക്കിലേക്ക് സൂര്യകാന്തി കൈ ചൂണ്ടി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. പുലർച്ചയ്ക്ക് ചിരി വന്നു. അവൾ കയ്യിലുള്ള അരിവാൾ ഉയർത്തി കാണിച്ചു. തോക്കൊന്നും വേണ്ട. എന്റെ തങ്കത്തിനെ ഏത് മൃഗം ആക്രമിക്കാൻ വന്നാലും അമ്മയ്ക്ക് ഇത് മതി. ആന വന്നാലും. കാന്തിയുടെ കുഞ്ഞു കണ്ണുകളിൽ ജിജ്ഞാസ തിങ്ങി. ഓടി അവിടുന്ന്. പുലർച്ച മുഖം ചരിച്ച് മകളെ നോക്കി കണ്ണിറുക്കി. ഒരാനയും വരത്തില്ല, നീ വാ. നല്ല അമ്മ, പൊന്നമ്മ. സൂര്യകാന്തി ഓടിച്ചെന്ന് പുലർച്ചയുടെ ഇടം കൈയിൽ തൂങ്ങി. കരിമ്പിൻ തോട്ടത്തിലെ കുത്തുകല്ലുകൾ സൂക്ഷിച്ചിറങ്ങി. പുലർച്ച മകളുമായി അരുവിക്കരയിലെത്തി. ഒരു കാട്ടുപന്നി 6-7 കുഞ്ഞുങ്ങളുമായി അവർക്ക് മുന്നിലൂടെ ഓടി കരിമ്പിൻ തോട്ടത്തിൽ മറഞ്ഞു. ആ പന്നിക്ക് അത്രയും കുഞ്ഞുങ്ങളുണ്ടോ അമ്മേ? പന്നിക്കുട്ടം മറഞ്ഞ ഭാഗത്തേക്ക് നോക്കി കാന്തി തിരക്കി. പിന്നില്ലേ? അമ്മയ്ക്ക് പിന്നെന്താ ഞാൻ മാത്രമായി പോയത്? എന്ത് മറുപടി നൽകും എന്നറിയാതെ പുലർച്ച ഒന്ന് പരുങ്ങി. ശേഷം അറിയിച്ചു. അത് പിന്നെ എനിക്കും നിന്റെ അച്ഛനും ഈ തങ്കക്കുടം മാത്രം മതിയെന്ന് കരുതിയിട്ടാ. എന്താ അങ്ങനെ കരുതിയേ? ഒത്തിരി പേർ ഉണ്ടായിരുന്നേൽ എന്ത് രസമായേനെ. ഇത്രയുമൊക്കെ രസം മതി. കൂടുതൽ പറയാൻ നിന്നാൽ സൂര്യകാന്തി ചോദ്യങ്ങൾ കൊണ്ട് വശം കെടുത്തുമെന്ന് പുലർച്ചയ്ക്കറിയാം. അവൾ സ്ഫടികം പോലെയുള്ള അരുവിയിലേക്ക് മകളെ സൂക്ഷിച്ചിറക്കി. മിനുസമുള്ള പാറയാണ് നിറയെ. തെന്നി വീണ് തലയെങ്ങാനം പാറയിൽ അടിച്ചു പോയാൽ. അമ്മ സുന്ദരിയ. ജലത്തിൽ തെളിഞ്ഞ പുലർച്ചയുടെ പ്രതിബിംബത്തിലേക്ക് കാന്തി കൈ ചൂണ്ടി. പുലർച്ചയും കണ്ണാടിയിൽ എന്ന പോലെ തന്റെ രൂപം കണ്ടു. നനയാതിരിക്കാൻ മുൻഭാഗം ഉയർത്തിക്കുത്തിയ ലുങ്കിക്ക് താഴെ തന്റെ കൊഴുത്ത കാലുകൾ. പാവാട ചരടിന്റെ മുറുക്കത്തിൽ അല്പം ചാടി നിൽക്കുന്ന ചന്ദന നിറമുള്ള അണിവയർ. ചുവന്ന ബ്ലൗസിനുള്ളിൽ തുളുമ്പി നിൽക്കുന്ന മാറിടങ്ങൾ. ഒരു നിമിഷം അവളുടെ ശരീരം ഒന്ന് കോരിത്തടിച്ചു. 5 വർഷമാകുന്നു ശിവേട്ടനെ കൊണ്ട് താൻ ഈ ശരീരത്തിൽ തുടിച്ചിട്ടില്ല. അതൊരു പ്രതിജ്ഞയാണ്. സജിയം തമ്പി എന്ന ആഭാസൻ അശുദ്ധമാക്കിയ തന്റെ ശരീരം ഇനി ശിവേട്ടന് സമർപ്പിക്കില്ലെന്ന്. പെട്ടെന്ന് കാട്ടിൽ ഒരു കമ്പടിയുന്ന വച്ച. പുലർച്ച ഞെട്ടി ഉണർന്ന പോലെ മകളുമായി ചോലയ്ക്ക് അക്കരയെത്തി. സ്ഥിരമായി പുല്ലറുക്കാൻ പോകുന്നതിനാൽ വനത്തിലേക്ക് നടപ്പാതയുണ്ട്. അട്ട കടിക്കാതെ നോക്കിക്കോണേ മോളെ. കടിക്കുകയാണെങ്കിൽ ഉടനെ പറയണം. പുലർച്ച തന്റെ മടിയിലിരുന്ന ഉപ്പുപൊടിയുടെ പൊതിക്കുമേതെ ഒന്ന് വിരലോടിച്ചു. സൂര്യകാന്തി ഈണത്തിൽ മൂളി. ഇരുവരും ഏതാണ്ട് 200 മീറ്ററോളം വനം കടന്നു. അധികം ഉയരമില്ലാത്ത മരങ്ങളായിരുന്നു അവിടെ. നേരിയ നനവുള്ള മണ്ണും കരിയിലകൾ പൊടിഞ്ഞ് മെത്ത പോലെ ആയിരിക്കുന്നു. ആ ഭാഗത്ത് ഒരാൾ വലിപ്പത്തിൽ പുല്ലുണ്ടായിരുന്നു. മോള് ഇവിടെ ഇരിക്ക്. പുലർച്ച സൂര്യകാന്തിയെ ഒരു പാറയിൽ കയറ്റിയിരുത്തി. കാല് മണ്ണിൽ വെക്കല്ലേ, അട്ട കടിക്കും. പറഞ്ഞിട്ട് പുലർച്ച നോക്കുമ്പോഴേക്കും മകളുടെ കുഞ്ഞിക്കാലിൽ 1 ഇഞ്ച് നീളത്തിൽ നൂൽക്കനത്തിൽ ഒരു അട്ട കടിച്ചിരിക്കുന്നു. ഇനി നിമിഷങ്ങൾക്കുള്ളിൽ അത് ചോര കുടിച്ച് വീർക്കും. അപ്പോഴേ അതിനെ ശരിക്കും കാണാൻ കഴിയൂ. അട്ട കടിച്ചല്ലോടി. പറയുന്നതിനിടയിൽ തന്നെ പുലർച്ച ഒരു നുള്ളു ഉപ്പുപൊടിയെടുത്ത് അട്ടയ്ക്ക് മീതെ ഇട്ടു. അടുത്ത നിമിഷം അത് പിടിവിട്ട് തറയിൽ വീണ് പുളഞ്ഞു. അവിടെ നിന്ന് അനങ്ങരുത് കേട്ടോ. ഒരിക്കൽ കൂടി മകളോട് പറഞ്ഞിട്ട് പുലർച്ച പുല്ലറുക്കാൻ തുടങ്ങി. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്നത്രയും പുല്ലറുത്തു. അല്ലെങ്കിൽ ഒരു പിടികൂടിയാവാം എന്ന് ചിന്തിച്ചുകൊണ്ട് പുല്ലിൽ പിടിമുറുക്കുമ്പോഴായിരുന്നു അത്. പൊടുന്നനെ മുന്നിൽ ഒരനക്കം. പുലർച്ച നടുങ്ങി മുഖമുയർത്തി. മുന്നിലെ പുൽക്കാടിനെ ഇരുവശത്തേക്കും പിളർത്തി കുതിച്ചു വരുന്ന ഒരു ജീവി. അരയടി നീളത്തിൽ കൂർത്ത കൊമ്പുകൾ, നെറ്റിയിൽ വെളുത്ത ചുട്ടി, ബാക്കി ഇളം ചുവപ്പ്, ഉരുണ്ടു തിളങ്ങുന്ന വലിയ കണ്ണുകൾ. അതിന്റെ കാൽക്കീഴിൽ പുല്ലുകൾ ചതഞ്ഞ് നനവുള്ള മണ്ണിലേക്ക് താഴ്ന്നു. കാട്ടുപോത്ത്. മോളെ. പുലർച്ചയുടെ അലർച്ച സൂര്യകാന്തിയെ നടക്കി. അമ്മേ. അവളുടെ തുറന്ന വായി അങ്ങനെ തന്നെ ഇരിക്കുന്നു. അധ്യായം 11. പുലർച്ചയും കാട്ടുപോത്തും തമ്മിലുള്ള അകലം ഏകദേശം 5 മീറ്റർ മാത്രം. അവൾ ശരിക്കും പതറി. ഒരുപാട് കാട്ടുപോത്തുകളെ താൻ വെടിവെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൃത്യമായ അകലത്തിൽ സുരക്ഷിതമായ ഭാഗത്തു നിന്നുകൊണ്ടാണ്. വനത്തിൽ ഹിംസ്ര ജന്തുക്കളേക്കാൾ അപകടകാരി കാട്ടുപോത്താണ്. ഒറ്റ നിമിഷം കൊണ്ട് പുലർച്ച വെട്ടിത്തിരിഞ്ഞോടി. അമ്മേ. സൂര്യകാന്തി അലറി വിളിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. പോത്ത് തന്റെ പിന്നാലെ വന്നോളും എന്നുറപ്പായിരുന്നു പുലർച്ചയ്ക്ക്. മോൾക്കത് രക്ഷയാകും. നനവുള്ള മണ്ണടിയിലൂടെ ഓടുക അത്ര എളുപ്പമായിരുന്നില്ല.
പോത്തിന്റെ കാലുകളും മണ്ണിൽ പുതയുന്നുണ്ട്. കാല് വലിച്ചൂരിക്കൊണ്ടാണ് അതിന്റെ വരവ്. 4 പാടും മണ്ണ് ചിതറിത്തെറിക്കുന്നു. മോളെ, എന്തു വന്നാലും പാറയെന്നിറങ്ങല്ലേ, ഓടുന്നതിനിടയിൽ പുലർച്ച വിളിച്ചു പറഞ്ഞു. ഇടയ്ക്കവൾ തിരിഞ്ഞു നോക്കി. പോത്ത് തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഏതെങ്കിലും വലിയ മരത്തിന് പിന്നിൽ ഒളിച്ചാലേ രക്ഷയുള്ളൂവെന്ന് പുലർച്ചയ്ക്കറിയാം. വരുന്ന വേഗത്തിൽ പോത്ത് മരത്തിലിടിച്ചോളും. എന്നാൽ ഈ ഭാഗത്ത് കനത്ത മരങ്ങളൊന്നുമില്ല. സൂര്യകാന്തി പാറപ്പുറത്ത് എഴുന്നേറ്റ് നിന്ന് നോക്കി. അമ്മയുടെ പിന്നാലെ പോത്ത് പായുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് മുന്നിൽ ഒരാൾ ഉയരമുള്ള ഒരു ഇരുളൻ പാറ പുലർച്ചയുടെ കണ്ണിൽപ്പെട്ടു. അതിൽ കയറിയാൽ രക്ഷപ്പെടാം. സർവശക്തിയും സമാഹരിച്ച് അവൾ അതിലേക്ക് കുതിച്ചു കയറി. എന്നാൽ മിനുസമേറിയ പാറയിൽ പിടുത്തമുറുകുകയോ കാലുകൾ ഉറയ്ക്കുകയോ ചെയ്തില്ല. മുകളിലേക്ക് കയറിയ വേഗത്തിൽ തന്നെ നെഞ്ചും മുഖവും പാറയിലുരഞ്ഞ് അവൾ താഴേക്ക് പോന്നു. കാല് നിലത്ത് മുട്ടി. തൊട്ടു പിന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു കാട്ടുപോത്ത്. മുന്നോട്ട് കുനിഞ്ഞ് അത് ഒറ്റയിടി പുലർച്ചയെ പാറയോട് ചേർത്ത്. മോളെ! വായിലൂടെ തള്ളിയിറങ്ങി വന്ന ചോര ആ നിലവിളിയെ പകുതിക്ക് മുറിച്ചു. തറയിൽ വീഴും മുമ്പ് തന്നെ പോത്ത് 4-5 തവണ കൂടി ആഞ്ഞുകുത്തി. പിന്നെ ചലിച്ചില്ല പുലർച്ച. ഒരു വാഴത്തട പോലെ നിലത്തേക്ക് ഊർന്നു. എങ്ങനെയോ സൂര്യകാന്തിക്ക് നിലവിളിക്കാൻ കഴിഞ്ഞു. പക്ഷേ അമ്മേ എന്ന ഒറ്റവിളിയോടെ അവളും ബോധമറ്റ് പാറയിൽ തന്നെ വീണു. സന്ധ്യയായി. പരമശിവ ഉണർന്നപ്പോൾ ഭാര്യയെ വിളിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. പ്രതികരണമില്ല. കാന്തിമോളെ, അതിന് മറുപടിയില്ല. പുലർച്ചയും മോളും തൊഴുത്തിനടുത്തായിരിക്കും എന്ന് കരുതി അയാൾ പുറകുഭാഗത്തേക്ക് ചെന്നു. പശുക്കളെ തൊഴുത്തിൽ കയറ്റി കെട്ടിയിട്ടില്ല. അറുത്തുകൊണ്ടുവന്ന പുല്ലും കണ്ടില്ല. പരമശിവയ്ക്ക് സന്ദേഹമായി. ഉച്ച കഴിഞ്ഞപ്പോൾ പുല്ലറുക്കാൻ പോയതാണല്ലോ പുലർച്ച. അയാൾ വനത്തിലേക്കോടി. അവിടെ ഇരുൾ വ്യാപിച്ചു തുടങ്ങിയിരുന്നു. അറുത്ത് കൂട്ടിവെച്ചിരിക്കുന്ന പുല്ല് അയാളുടെ കണ്ണിലുടക്കി. പുലർച്ചെ! അയാൾ ഉച്ചത്തിൽ വിളിച്ചു. ആ ശബ്ദം വനത്തിൽ പ്രതിധ്വനിച്ചു. പെട്ടെന്നയാൾ കണ്ടു പാറപ്പുറത്ത് 2 കുഞ്ഞിക്കാലുകൾ. പരമശിവ അവിടേക്ക് കുതിച്ചു കയറി. ഏതു നിമിഷവും താഴേക്ക് വീണേക്കാം എന്ന നിലയിൽ കിടക്കുന്ന സൂര്യകാന്തി. മോളെ! അയാൾ അവളെ വാരിയെടുത്തു. വാടിയ ചേമ്പിൻ തണ്ട് പോലെ അവൾ. പരമശിവ അവളെ ശക്തിയിൽ കുലുക്കി. മോളെ! ഒരു പേക്കിനാവിൽ നിന്ന് എന്ന പോലെ കണ്ണു തുറന്ന സൂര്യകാന്തി ഒറ്റ അലർച്ച. അമ്മേ! അമ്മയല്ല മോളെ, അച്ഛനാ. അമ്മയെന്തേ? കുട്ടിയുടെ വിഹ്വലമായ കണ്ണുകൾ മങ്ങിയ ഇരുട്ടിൽ പേടിയോടെ വട്ടം കറങ്ങി. അമ്മ! അവൾ പടിഞ്ഞാറേക്ക് കൈ ചൂണ്ടി. കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരമശിവ പാറയിൽ നിന്ന് ചാടി. പിന്നെ അവൾ കാട്ടിയ ദിക്കിലേക്ക് പാഞ്ഞു. അവിടെ ഒന്നേ നോക്കിയുള്ളൂ അയാൾ. പുലർച്ചേ! ആ ശബ്ദം കാടിനെ വിറപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. വീട്ടിൽ പരമശിവയും സൂര്യകാന്തിയും മാത്രമായി. പഴയതുപോലെ അവിടെ സംസാരമോ ചിരിയോ ഒന്നുമില്ല. കാന്തിമോളുടെ റോസാച്ചെടികൾക്കിടയിൽ ഒരു മൺകൂന ഉയർന്നു നിന്നു. തന്റെ അമ്മ അതിനടിയിലുണ്ടെന്നറിയാം സൂര്യകാന്തിക്ക്. നടുക്കം വിട്ടുമാറാത്ത മനസ്സുമായി അവിടെ പോയിരുന്ന് അവൾ വിങ്ങിപ്പൊട്ടും. മകളെ ആശ്വസിപ്പിക്കാൻ പോലും പരമശിവയ്ക്കായില്ല. കുറച്ചപ്പുറത്ത് താമസിക്കുന്ന കർഷകർ വല്ലപ്പോഴും കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ പരമശിവ സൂര്യകാന്തിക്ക് കൊടുക്കുന്നുള്ളൂ. നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാടാ? കുഞ്ഞിനെ നോക്കണ്ടേ? തൊട്ടപ്പുറത്തുള്ള കരിമ്പിൻ പാടമുള്ള മുരുകവയിൽ പലതവണ പരമശിവയോട് തിരക്കി. അയാൾക്ക് മറുപടിയില്ല. പട്ടിണി കിടന്ന് ചാകുന്നതിന് മുമ്പ് പരമശിവ പശുക്കളെ വിറ്റു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തിണ്ണയിൽ ചിന്തിച്ചിരിക്കുകയായിരുന്ന പരമശിവയ്ക്കരികിലേക്ക് സൂര്യകാന്തി വന്നു. അവളുടെ തളർമുഖത്ത് കല്ലിച്ച ഒരു ഭാവം. അച്ഛാ! അവൾ വിളിച്ചു. പരമശിവ തിരിഞ്ഞു നോക്കി. എന്താ മോളെ? കൊല്ലണം! മുരളും പോലെയായിരുന്നു അവളുടെ ശബ്ദം. പരമശിവയുടെ കൺമിഴിഞ്ഞു. അമ്മയെ കൊന്ന പോത്തിനെ. പരമശിവയുടെ ഞരമ്പുകളിൽ വെടിയുണ്ടയേക്കാൾ വേഗത്തിൽ ചോര കുതിച്ചു പാഞ്ഞു. സൂര്യകാന്തി അയാളുടെ തല പിടിച്ചുലച്ചു. പറയച്ച, കൊല്ലുമോ? അഗാധമായ ഒരു ഗർത്തത്തിൽ നിന്ന് കേൾക്കും പോലെ പരമശിവയുടെ ശബ്ദം വന്നു. കൊല്ലും. കുട്ടി അയാളുടെ കഴുത്തിൽ കൈ ചുറ്റി. എനിക്കും കാണണം, ഞാനും വരും അച്ഛൻ്റെ കൂടെ. പരമശിവ അവളെ പകച്ചു നോക്കി. നിനക്ക് പേടിയില്ലേ? ഇല്ല. അവൾ തന്നെ അകത്തുപോയി തോക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നു. ഇന്ന പരമശിവ തോക്ക് വാങ്ങി. ആ ക്ഷണം അയാൾ ഒരു തീരുമാനമെടുത്തു. ഇത് തന്റെ അവസാന വേട്ടയാണ്. ഇനി താൻ വനത്തിലേക്കില്ല. നിറത്തോക്കുമായി ദിവസങ്ങളോളം പരമശിവ തന്റെ ഭാര്യയെ കൊന്ന കാട്ടുപോത്തിനെ തേടി. ഒറ്റയാൻ പോത്താണതെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പുലർച്ചയെ ആക്രമിക്കാൻ വരില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ സന്ധ്യ വരെയായിരുന്നു തിരച്ചിൽ. പിന്നീടത് രാത്രിയിലേക്ക് കൂടി നീട്ടാൻ അയാൾ തീരുമാനിച്ചു.
സദാനേരവും സൂര്യകാന്തിയും ഉണ്ടായിരുന്നു ഒപ്പം. പക്ഷേ കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും അവൾ ക്ഷീണിക്കും. അതിനാൽ ചുമലിൽ തുണി കൊണ്ട് ഒരു മാറാപ്പുണ്ടാക്കി പരമശിവ. കുട്ടിക്ക് ക്ഷീണം തോന്നുമ്പോൾ അതിൽ കയറ്റിയിരുത്തും. പരമശിവയുടെ കഴുത്തിലൂടെ കൈ ചുറ്റിക്കിടന്ന് കാന്തി ഉറങ്ങും. അങ്ങനെ ഒരു രാത്രി. അന്നത്തെ തിരച്ചിൽ അവസാനിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പരമശിവയും മോളും. ഹെഡ്ലൈറ്റിന്റെ പ്രകാശം ഏതാണ്ട് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പുലർച്ചെ പോത്ത് കൊത്തിക്കൊന്ന സ്ഥലത്ത് ഏതാണ്ട് അടുത്തെത്താറായി. പെട്ടെന്ന് പരമശിവയുടെ കാലുകൾ നിശ്ചലമായി. മോളെ, സൂക്ഷിക്കണം, അച്ഛനെ മുറുകെ പിടിച്ചോ, പിടിവിടരുത്. ശബ്ദം താഴ്ത്തിയിട്ട് അയാൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഹെഡ്ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന രണ്ടു വലിയ കണ്ണുകൾ. അത് കാട്ടുപോത്താണെന്ന് അയാൾക്കുറപ്പായി. നിശ്ചലം നിൽക്കുകയാണ് പോത്ത്. ഏതു നിമിഷവും കുതിച്ചു വന്നേക്കാം. തോക്കിന്റെ പാത്തി വലത് തോളിൽ ഉറപ്പിച്ച് പരമശിവ ഉന്നം പിടിച്ചു. പോത്തിന്റെ നെറ്റിയിൽ വെടിവെച്ചിട്ട് കാര്യമില്ലെന്ന് അയാൾക്കറിയാം. അങ്ങനെ ചെയ്താൽ അത് തന്നെയും മോളെയും കൊല്ലുകയുള്ളൂ. പിന്നോട്ട് മാറുന്നതും അപകടമാണ്. രണ്ട് ശത്രുക്കളായി പോത്തും പരമശിവയും മുഖാമുഖം നിന്നു. ഒല്ലച്ച, സൂര്യകാന്തി അയാളെ പ്രോത്സാഹിപ്പിച്ചു. പരമശിവ മിണ്ടിയില്ല. അയാളുടെ കണ്ണുകൾ പോത്തിൽ തറഞ്ഞു നിന്നു. അടുത്ത നിമിഷം ഭൂമി കുലുങ്ങുന്നത് കണക്കെ അവിടം ഒന്ന് വിറച്ചു. തറ ചവിട്ടിക്കുലുക്കി ഒറ്റ വരവായിരുന്നു പോത്ത്. ക്ഷണനേരത്തിനുള്ളിൽ പരമശിവ വെട്ടിയൊഴിഞ്ഞ് തൊട്ടടുത്ത പാറയിലേക്ക് ചാരി. നേരെ വന്നുകൊണ്ടിരുന്ന കാട്ടുപോത്ത് അല്പമൊന്ന് തിരിഞ്ഞു. അയാളുടെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു. ഉന്നം പിടിച്ചു നിന്നിരുന്ന പരമശിവ പെട്ടെന്ന് ട്രിഗർ അമർത്തി. കാട് നടുങ്ങി. ഇരുട്ടിൽ മരത്തിൽ ചേക്കേറിയിരുന്ന പക്ഷികൾ ചിറകടിച്ച് ചിതറി ദിക്കറിയാതെ പറന്നു. പോത്തിന്റെ വേഗത ഒട്ടും കുറഞ്ഞില്ല. ഉഗ്രമായി അമറിക്കൊണ്ട് കൊമ്പ് കുലുക്കി വർദ്ധിത വീര്യത്തോടെ അത് പരമശിവയോടടുത്തു. അച്ഛാ! കാന്തിമോൾ കണ്ണുകളടച്ച് അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. പക്ഷേ പരമശിവയ്ക്ക് 1 മീറ്ററോളം അടുത്തെത്തിയതും വള്ളിപ്പടർപ്പിൽ കുരുങ്ങിയതുപോലെ പോത്ത് നിന്നു. പിന്നെ ഒറ്റ അമറൽ കൂടി. ശേഷം കുട്ടിയാന ചരിയുന്ന കണക്കെ അത് ഇടത്തേക്ക് മറിഞ്ഞു. 2 സെക്കൻഡ് നേരം കാട്ടുപോത്ത് കൈകാലുകൾ അടിച്ച് പിടഞ്ഞു. പിന്നെ നിശ്ചലമായി. കണ്ണുകൾ ചലിപ്പിക്കാതെ വീണ്ടും നിറയൊഴിക്കാൻ കാത്തു നിൽക്കുകയായിരുന്ന പരമശിവ തോക്കിൻ പാത്തി നിലത്ത് കൊത്തി നിവർന്നു. ഇരട്ടക്കുഴൽ തോക്കാണ്. മോളെ കാന്തി, അയാൾ പതുക്കെ വിളിച്ചു. സൂര്യകാന്തി കണ്ണുകൾ തുറന്നു. മുന്നിൽ കിടക്കുന്ന കാട്ടുപോത്തിനെ കണ്ട് അവൾ അയാളുടെ തോളിൽ നിന്ന് ചാടിയിറങ്ങി. ഇതാ ഇതാ അമ്മയെ കൊന്നത്. അവളുടെ ശബ്ദത്തിൽ ആഹ്ലാദം തിങ്ങി. നല്ല അച്ഛൻ. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ പരമശിവ ശ്രദ്ധിച്ചു. പോത്തിന്റെ മുൻകാലിന് തൊട്ടു പുറകിലാണ് വെടിയേറ്റിരിക്കുന്നത്. കൃത്യമായ സ്ഥലം. മറ്റെവിടെ വെടികൊണ്ടാലും അത്ര വേഗം പോത്ത് ചാകില്ല. ഏകദേശം 700-800 കിലോ തൂക്കം വരും അതിനെന്ന് പരമശിവ കണക്ക് കൂട്ടി. എന്നാൽ അതിന്റെ മാംസമെടുക്കാൻ അയാൾക്ക് തോന്നിയില്ല. തന്റെ ഭാര്യയെ കൊന്ന പോത്ത് അതിവിടെ കിടന്ന് പഴുത്തളിയണം. ആ ചിന്ത പരമശിവയ്ക്ക് അനൽപമായ ആഹ്ലാദം പകർന്നു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയവർ ചത്ത പോത്തിനെ കണ്ടു. കാന്തല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ അവർ വിവരമറിയിച്ചു. ഫോറസ്റ്റുകാർ എത്തി. പോത്ത് വേട്ടയാടപ്പെട്ടതാണെന്ന് പ്രഥമ ദൃഷ്ട്യാ അവർക്ക് ബോധ്യമായി. തുടർന്ന് അന്വേഷണമായി. പുലർച്ചെ ഏതാണ്ട് അതേ സ്ഥലത്ത് വെച്ച് പോത്ത് കൊന്നതും പരമശിവ ഒരു വേട്ടക്കാരനാണെന്നുള്ള അറിവും കാരണം സ്വാഭാവികമായും അന്വേഷണം അയാൾക്ക് നേരെ തിരിഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ കാരാഗ്രഹവാസം ഉറപ്പ്. അവിടെയും തക്ക സമയത്ത് റേഞ്ചർ മാത്യു സാർ ഇടപെട്ടു. ഒരു സന്ധ്യാനേരത്താണ് അയാൾ കോവിലൂരെ പരമശിവയുടെ വീട്ടിൽ എത്തുന്നത്. പരമശിവ അയാളെ സ്വീകരിച്ചിരുത്തി. ശിവേ, അറിയാമല്ലോ, ഒരിക്കൽ ഞാൻ നിന്നെ രക്ഷിച്ചതാ, നിന്റെ ഭാര്യ സജിയൻ തമ്പിയെ കൊന്ന കേസിൽ. പക്ഷെ വർഷങ്ങൾ കടന്നുപോയി. നിയമത്തിലും ഒരുപാട് മാറ്റം വന്നു. ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ ഉണ്ടാകുന്നതിന്റെ 3 ഇരട്ടി വിഷയമാ ഇന്നൊരു കാട്ടുമൃഗത്തെ വേട്ടയാടിയാൽ, മാത്യു സാർ പറഞ്ഞു. കൈകൾ നെഞ്ചിൽ കെട്ടി ഭവ്യതയോടെ പരമശിവ കേട്ടുനിന്നു. മാത്യു സാർ തുടർന്നു. നീ വേട്ടക്കാരനാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും അറിയാം. വല്ലപ്പോഴും നീ കൊണ്ടുതരുന്ന ഇറച്ചി കാരണമാ ഞങ്ങൾ കണ്ണടയ്ക്കുന്നതും. പക്ഷെ ഇതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. കേസിന്റെ അന്വേഷണം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സ്വയം ഏറ്റെടുത്തിരിക്കുകയാ. ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കാട്ടുപോത്ത അയാളും. മാത്യു സാർ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. താഴെയുള്ള അരുവിയുടെ ഭാഗത്തു നിന്ന് പഞ്ഞു പോലെ മഞ്ഞ് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. സ്തബ്ധനായി നിന്ന പരമശിവയുടെ ശബ്ദം വിറച്ചു. ഞാനെന്ത് ചെയ്യണം സാർ? മാത്യു സാർ ഒരു കവിൾ പുക ആയത്തിൽ വലിച്ചൂതി. പോത്തിന്റെ ഹൃദയത്തിൽ തുളഞ്ഞ വെടിയുണ്ട
പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെടുത്തിട്ടുണ്ട്. അത് നിന്റെ തോക്കിലേതാണെന്ന് തെളിയിക്കാൻ ഒരു പ്രയാസവുമില്ല. ആ തോക്കാണെങ്കിൽ കള്ളത്തോക്കും. പരമശിവ വിറയ്ക്കാൻ തുടങ്ങി. എന്നെ രക്ഷിക്കണം സാർ. അയാൾ റേഞ്ചറുടെ കാൽക്കൽ ഇരുന്നു. ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു. എന്റെ കാന്തിമോൾക്ക് ഞാൻ മാത്രമേയുള്ളൂ. എന്റെ ഭാര്യയെ കൊന്ന പോത്തിനെയല്ലേ സാറേ ഞാൻ കൊന്നത്? എന്റെ ഭാര്യയുടെ ജീവനേക്കാൾ വിലയുണ്ടോ ഒരു പോത്തിന്റെ പ്രാണന്? മാത്യു സാർ തലയിളക്കി. ഒക്കെ ഓരോ നിയമങ്ങളല്ലേ ശിവേ, താൻ എഴുന്നേൽക്ക്. ഇല്ല സാർ. അയാൾ റേഞ്ചറുടെ കാലുകളിൽ ഒന്നുകൂടി പിടിമുറുക്കി. എന്നെ രക്ഷിക്കാമെന്ന് സാർ ഉറപ്പു പറയാതെ ഞാൻ എഴുന്നേൽക്കില്ല. മാത്യു സാർ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞിട്ട് താടിയിൽ തടവിക്കൊണ്ട് അല്പനേരം ഇരുന്നു. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമേയുള്ളൂ. തൽക്കാലം നീ ഇവിടം വിടണം. പരിശോധനയിൽ ഈ ഭൂമി നിന്റേതല്ലെന്ന് തെളിയിക്കണം. അതെങ്ങനെ? പരമശിവയ്ക്ക് മനസ്സിലായില്ല. നീ ഈ ഭൂമി വിൽക്കുക. സാർ. തീപ്പൊള്ളലേറ്റതുപോലെ പരമശിവ നടുങ്ങി. ഒരായുസ് മുഴുവൻ ഞാൻ വിയർപ്പൊഴുക്കിയ മണ്ണാ സാറേ ഇത്. ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയും. അയാൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. മാത്യു സാർ തന്റെ കഷണ്ടിത്തലയിൽ വിരലോടിച്ചുകൊണ്ട് അയാൾ അറിയിച്ചു. അതൊന്നും പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ കാര്യമില്ല ശിവേ. സജിയുടെ കൊലപാതകത്തിന് ഞാൻ നിനക്ക് സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിന്റെ 4 ഇരട്ടി ഭൂമി വിറ്റാൽ പോലും നിനക്ക് കേസ് നടത്തി ഭാര്യ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. അക്കാര്യം മറക്കണ്ട. ഭൂമിയും പോകും, നീയും മോളും തെരുവിലിറങ്ങുകയും ചെയ്തേനെ. അത് സത്യമാ സാറേ. പരമശിവ സമ്മതിച്ചു. പക്ഷേ ഇത് വിറ്റാലും എന്റെ കാര്യം. മാത്യു സാർ എഴുന്നേറ്റു. പിന്നെ കുടവയറിന് മീതേക്ക് പാൻസ് അല്പം വലിച്ചു കയറ്റി. തിണ്ണയിൽ നിന്ന് ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ടാണ് അയാൾ ബാക്കി പറഞ്ഞത്. നിനക്ക് താമസിക്കാൻ 1/2 ഏക്കർ വസ്തു ഞാൻ ശരിയാക്കി തരാം. ഈ വീടും പുരയിടവും എന്റെ പേരിലേക്ക് നീ നാളെ തന്നെ രജിസ്റ്റർ ചെയ്ത് തരണം. കുറച്ച് രൂപ വല്ലവും ഞാൻ തരാം. ഇങ്ങനൊരു വ്യവസ്ഥയ്ക്ക് നീ ഒരുക്കമല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഫോറസ്റ്റുകാർ നിന്നെ കസ്റ്റഡിയിലെടുക്കും. പിന്നെ ഈ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ മൃഗവേട്ടയും നിന്റെ മേൽ ചാർത്തപ്പെടാം. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചിന്തിച്ചിട്ട് നീയൊരു തീരുമാനമെടുക്ക്. തന്റെ മോള് തെരുവ് പിള്ളേർക്കൊപ്പം അവൾ അലിഞ്ഞു തിരിയുന്നതും ഭക്ഷണത്തിനായി വേസ്റ്റ് കുട്ടകളിൽ തിരയുന്നതും അയാൾ ഭാവനയിൽ കണ്ടു. സഹിക്കാനായില്ല പരമശിവയ്ക്ക്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അയാൾ റേഞ്ചർ മാത്യു സാർ പറഞ്ഞ പ്രകാരം ചെയ്തിട്ട് ഒരു രാത്രിയിൽ കോവിലൂരിൽ നിന്ന് പോന്നു. ഇവിടേക്ക്, വെറും തരിശായി കിടന്ന ഈ 1/2 ഏക്കറിലേക്ക്. രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ മാത്യു സാർ അയാൾക്ക് കൊടുത്തത് 5 ഏക്കർ ഭൂമിക്ക് വെറും 5000 രൂപ. അച്ഛാ. സൂര്യകാന്തിയുടെ ശബ്ദം കേട്ട് പരമശിവ കണ്ണു തുറന്നു. താനൊന്ന് മയങ്ങിപ്പോയിരുന്നോ എന്ന് അയാൾ സംശയിച്ചു. പകച്ചു നോക്കുമ്പോൾ മകൾ അടുത്തിരിപ്പുണ്ട്. എന്താ മോളെ? സജി സാറിന്റെ മകൻ റജി സാറ് കോവിലൂര് ഭൂമി JCB കൊണ്ട് ഉഴുതുമറിച്ചാൽ ആ അസ്ഥികൂടം കെട്ടില്ലേ? കാന്തി തിരക്കി. കിട്ടിയേക്കും. 25 വർഷം കൊണ്ട് അസ്ഥികൾ ദ്രവിച്ചു പോകുമോ? എനിക്കറിയില്ല, അയാൾ പറഞ്ഞു. പോകത്തില്ലെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ ഈ കുരുക്കിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടണ്ടേ? എങ്ങനെ രക്ഷപ്പെടാൻ? പരമശിവ കൈമുട്ടുകൾ കട്ടിലിൽ ഊന്നി എഴുന്നേറ്റിരുന്നു. പിന്നെ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞാൻ ജയിലിൽ പൊയ്ക്കോളാം. പക്ഷേ നീ ഒറ്റയ്ക്കാവുമല്ലോ എന്നോർക്കുമ്പം സൂര്യകാന്തി തല കുടഞ്ഞു. ജയിലിൽ പോകാമെന്ന് ആർക്കും തീരുമാനിക്കാം അച്ഛാ. അത് കീഴടങ്ങലാണ്, പരാജയമാണ്. അവസാന നിമിഷം വരെ പൊരുതി നിൽക്കുന്നവനെ ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ. ആദ്യം കാണുന്നത് പോലെ പരമശിവ മകളെ നോക്കി. അവൾ തുടർന്നു. കാരണവർ സാറ് ഒന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് കരുതി നമ്മൾ തളരാൻ പാടില്ലച്ഛാ. സജി സാറിന്റെ മകൻ വരട്ടെ, ഭൂമി ഉഴുതുമറിക്കട്ടെ. നമ്മൾക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ പ്രതിരോധിച്ചു നോക്കും. മറ്റൊന്നും നടന്നില്ലെങ്കിൽ മാത്രം കീഴടങ്ങൽ. അധ്യായം 12. നീ എന്താ കാന്തി ഉദ്ദേശിക്കുന്നത്? പരമശിവ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തളർന്ന് അവശനായതുപോലെ തിരക്കി. സൂര്യകാന്തിയുടെ മുഖം കല്ലിച്ചു തന്നെ ഇരുന്നു. ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ആരും കരുതുന്നത് പോലല്ലോ അച്ഛാ. കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടി വരുന്ന മണ്ണ് ഉറങ്ങിക്കിടക്കുന്നവരുടെ വീടിനെ അപ്പാടെ മൂടാറില്ലേ? ചിലപ്പോൾ യാതൊരു ശേഷിപ്പുമില്ലാതെ എല്ലാം കടപുഴക്കിക്കൊണ്ട് പോകാറില്ലേ? ഭാവിയിൽ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ മരിച്ചു പോയവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കില്ലേ? കാലം അതനുവദിച്ചോ? ഇല്ലല്ലോ. അതിൽ നിന്ന് തന്നെ പലതും നമ്മൾ കരുതുന്നതിനുമപ്പുറമാണെന്ന് തീരുമാനിക്കാമല്ലോ. പരമശിവയ്ക്ക് മനസ്സിലായില്ല. സൂര്യകാന്തി അയാളുടെ കൈ പിടിച്ച് തന്റെ കൈവെള്ളയിൽ വെച്ച് മെല്ലെ തടവി. അതാ പറയുന്നത്, ഭാവിയിൽ സംഭവിച്ചേക്കുമെന്ന് കരുതി നമ്മൾ വെറുതെ ഭയപ്പെടരുതെന്ന്. 2060 ഭൂമിയിൽ മഹാവ്യാധി ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നവരില്ലേ?
എന്ന് വെച്ച് മനുഷ്യൻ നിസ്സംഗതയോടെ ഇരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വരുന്നത് അപ്പോൾ നേരിടണം. സൂര്യകാന്തിയുടെ മുഖത്തൊരു ചിരിമിന്നി. കൂടുതൽ എന്തിനു പറയുന്നു? അമ്മയെ കൊന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം ഇനിയൊരിക്കലും വേട്ടയ്ക്ക് പോകില്ലെന്ന് തീരുമാനിച്ചതല്ലേ അച്ഛൻ? എന്നിട്ടത് നടന്നോ? ഉത്കടമായ ഒരു ഞെട്ടലുണ്ടായി പരമശിവയ്ക്ക്. ഓർമ്മകൾ കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളമായി അയാളുടെ തലച്ചോറിലൂടെ ഇരമ്പിപ്പാഞ്ഞു. അതിനിടയിലും അയാൾ ചിരിക്കുന്ന ഒരു മുഖം കണ്ടു. റേഞ്ചർ മാത്യു സാർ. സഹായിയായും പിന്നെ മറഞ്ഞു നിൽക്കുന്ന ശത്രുവായും മാത്യു സാർ. അച്ഛാ. സൂര്യകാന്തിയുടെ വിളി അയാളെ ഉണർത്തി. അയാൾ അവളിലേക്ക് നോട്ടമയച്ചു. സജിയം തമ്പി സാറിനെ മറവ് ചെയ്ത സ്ഥലം അച്ഛന് കൃത്യമായി ഓർമ്മയുണ്ടോ? അതിപ്പോ അന്നൊക്കെ ഉറപ്പുണ്ടായിരുന്നു. 20 വർഷമായില്ലേ നമ്മൾ കോവിലൂരിൽ നിന്ന് പോന്നിട്ട്. പിന്നീട് ആ മണ്ണിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ അറിയും? സൂര്യകാന്തി തലയാട്ടി. എങ്കിലും നമുക്കൊന്ന് പോണം അച്ഛാ. ഇന്ന് രാത്രിയിൽ എനിക്ക് ആ സ്ഥലമൊന്ന് കാണണം. എന്തിനാ? പരമശിവ നെറ്റിച്ചൊളിച്ചു. റെജി തോമസ് സാർ കൊണ്ടുവരുന്ന മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഉരുക്ക് കൈ എത്തിപ്പെടുന്ന ഭാഗമാണോ എന്നറിയാൻ. അത് വേണോ മോളെ? വേണം. സൂര്യകാന്തിയുടെ ശബ്ദം ഉറച്ചു. പരമശിവ ചിന്തയോടെ തലയാട്ടി. അന്ന് രാത്രി 8 മണിയോടെ പരമശിവയും സൂര്യകാന്തിയും പെട്ടി ഓട്ടോയിൽ കോവിലൂർക്ക് തിരിച്ചു. അന്നക്കോട്ട പാറയ്ക്ക് താഴെയുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വണ്ടി നമ്പർ രേഖപ്പെടുത്തിയ ശേഷം സർപ്പാകൃതിയിൽ കിടക്കുന്ന റോഡിലൂടെ സൂര്യകാന്തി പെട്ടിയോട്ടോ ശ്രദ്ധയോടെ കയറ്റത്തിലേക്ക് ഓടിച്ചു. ഭൂമിയും ആകാശവും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ എവിടെയും മഞ്ഞ് മൂടിക്കിടന്നിരുന്നു. കോവിലൂർ. കാട്ടുചോലയ്ക്ക് കുറുകെയുള്ള പാലത്തിനിപ്പുറത്ത് അവൾ ഓട്ടോ ഒതുക്കി നിർത്തി. മഞ്ഞിൽ വിളറിയ നിലയിൽ സമീപത്തെ ചില ഹോം സ്റ്റേകളിലെ വെളിച്ചം കണ്ടു. ടോർച്ചുമായി പരമശിവ മുന്നിൽ നടന്നു. അധികമാരും സഞ്ചരിക്കാത്ത ഇടവഴിയിലേക്ക് കുറ്റിച്ചെടികളുടെ ശിഖരങ്ങൾ നീണ്ടു നിന്നിരുന്നു. അവ വകഞ്ഞു മാറ്റി നടക്കുമ്പോൾ ഐസിനേക്കാൾ തണുപ്പുള്ള മഞ്ഞുതുള്ളികൾ അവരുടെ ശരീരത്തിൽ ചിതറി വീണു. ഒരിക്കൽ കരിമ്പും വെളുത്തുള്ളിയും ക്യാരറ്റും കാബേജുമൊക്കെ തഴച്ച് വളർന്നിരുന്ന തന്റെ കൃഷിഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് പരമശിവയ്ക്ക് സങ്കടം വന്നു. തന്റെയും പുലർച്ചയുടെയും വിയർപ്പ് വീണ് കുതിർന്ന മണ്ണ് ഇപ്പോൾ ആർക്കും വേണ്ടാത്തതുപോലെ കാട് പിടിച്ച് തന്റെ വീട് നിന്ന ഭാഗത്ത് ചിതൽ കൂമ്പാരം പോലെ ഒരു മൺകൂന പരമശിവ കണ്ടു. അവിടെ നിന്നുകൊണ്ട് അയാൾ സജിയം തമ്പിയെ മറവ് ചെയ്ത സ്ഥലത്തിന്റെ ദിക്ക് കണ്ടുപിടിച്ചു. മോളെ സൂക്ഷിച്ച്. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പരമശിവ ഓർമ്മപ്പെടുത്തി. ഒരു ചെറിയ അടയാളമായി അന്നത്തെ ആ സ്ഥലം പരമശിവയുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു വലിയ ഉരുളൻ പാറ. അതിനരികിൽ അന്ന് കാൽത്തുട വലുപ്പത്തിലുണ്ടായിരുന്ന ചൗക്കമരം. പിൽക്കാലത്ത് എപ്പോഴെങ്കിലും പാറ ഇളക്കുകയോ മരം വെട്ടിക്കളയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ വന്നത് വെറുതെയാകും. കുറെ തിരഞ്ഞപ്പോൾ ടോർച്ചിന്റെ വെളിച്ചം ഒരു കൂറ്റൻ ചൗക്കമരത്തിന്റെ തടിയിൽ പതിച്ചു. അതിന് താഴെ ഒരു തരം പച്ചപ്പായലിലും കരിയിലകളിലും പൊതിയപ്പെട്ട നിലയിൽ ഒരു ഉരുളൻ പാറ. ഇവിടെയാണ്. പാറയ്ക്കരികിലേക്ക് വെളിച്ചമടിച്ചുകൊണ്ട് പരമശിവ കൈ ചൂണ്ടി. സൂര്യകാന്തിയുടെ കണ്ണുകൾ വികസിച്ചു. അച്ഛനുറപ്പാണോ? ഓ. അയാൾ തലയാട്ടി. എങ്കിൽ പോകാം. സൂര്യകാന്തി തിരിഞ്ഞു നടന്നു. തങ്ങളുടെ വീട് നിന്നിരുന്ന ഭാഗത്തെ മൺകൂനയ്ക്ക് അരികിലെത്തിയപ്പോൾ അവളുടെ കാലുകൾ നിശ്ചലമായി. താൻ ഓടിച്ചാടി നടന്നിരുന്ന മുറ്റം. ഇവിടെ എവിടെയോ ഭൂമിക്കടിയിൽ തന്റെ അമ്മയുണ്ട്. ഉപ്പുപൊടി വീണതുപോലെ സൂര്യകാന്തിയുടെ കണ്ണുകൾ ഒന്ന് നീറി. MLA ശിവശങ്കറുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസ്. ശിവശങ്കറും മകൻ വിവേകും ഉണ്ടായിരുന്നു അവിടെ. ഇരുളിനെ തുളച്ച് ചീറിവന്ന 2 ഹെഡ്ലൈറ്റുകൾ ഗേറ്റിന് മുന്നിൽ നിന്നു. വാച്ചർ വേഗം ചെന്ന് ഗേറ്റ് തുറന്നു. ഒരു തിമിംഗലം കണക്കെ സിൽവർ നിറമുള്ള ഇന്നോവ കാർ അകത്തേക്ക് കയറി ഔട്ട് ഹൗസിന് നേർക്ക് വെട്ടിത്തിരിഞ്ഞ് ബ്രേക്കിട്ടു. അതിന്റെ ഡോറുകൾ ഒരേ സമയം തുറക്കപ്പെട്ടു. 5 പേർ പുറത്തേക്കിറങ്ങിയ നിമിഷം ഔട്ട് ഹൗസിന്റെ വാതിൽക്കൽ ശിവശങ്കർ പ്രത്യക്ഷപ്പെട്ടു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറായിരുന്നു അത്. അതിൽ നിന്ന് ഇറങ്ങിയവർ വെളിച്ചത്തിലേക്ക് ചെന്നു. കറുത്തിരുണ്ട മല്ലന്മാരുടെ രൂപഭാവങ്ങളുള്ള 5 പേർ. വെള്ളമുണ്ടും മുറിക്കയൻ വെള്ള ഷർട്ടുമായിരുന്നു അവരുടെ വേഷം. വാ, നിങ്ങൾ വരാൻ വൈകിയപ്പോൾ ഞാനൊന്ന് സംശയിച്ചു. ഫോൺ ചെയ്തപ്പോൾ ഔട്ട് ഓഫ് കവറേജും. ശിവശങ്കർ ആഗതരെ സ്വാഗതം ചെയ്തു. ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര മഞ്ഞ്. മൂന്നാറ് കഴിഞ്ഞപ്പോൾ പിന്നെ പറയുകയും വേണ്ട. റോഡ് ഏതാണ് താഴ്വര ഏതാണ് എന്ന് തിരിച്ചറിയാൻ പോലും വയ്യ. പിന്നെ റോഡിന്റെ സെന്ററിലെ വൈറ്റ് ലൈൻ പിടിച്ചിങ്ങി പോന്നു. മുന്നിൽ വന്നയാൾ സിറ്റൗട്ടിലേക്ക് കയറി. അയാളുടെ പേര് വേൽ. മുഴുവൻ പേര് മുരുകവേൽ. അറിയപ്പെടുന്നത് തേനി മുരുകവേൽ. തേനിയിലെ ശിവശങ്കറുടെ ചന്ദന ഫാക്ടറി മാനേജരാണ് അയാൾ.
കയ്യിലും കഴുത്തിലും ഓരോ വെള്ളി ചെയിനുകളുണ്ട്. പിന്നോട്ട് ചീകി വെച്ചിരിക്കുന്ന തലമുടിയും ക്ലീൻ ഷേവ് ചെയ്ത ഉരുക്കു മുഖവും. വാടാ. കൂടെയുള്ളവരെ വിളിച്ചിട്ട് മുരുകവേൽ ശിവശങ്കറിനൊപ്പം ഔട്ട് ഹൗസിലേക്ക് കയറി. അവിടെ നിന്നിരുന്ന വിവേകിനെ നോക്കി അയാൾ പരിചയഭാവത്തിൽ ചിരിച്ചു. സൗഖ്യമാ തമ്പി? ആമാ. അവനും ചിരിച്ചു. മലയാളത്തിൽ പറഞ്ഞാൽ പോരെ അണ്ണാ? ഓ. മുരുകവേൽ തല കുടഞ്ഞു. തമിഴ്നാട്ടിൽ ഞാൻ തമിഴൻ, കേരളത്തിൽ മലയാളി അല്ലേ? ചോദിച്ചുകൊണ്ട് അയാൾ ശിവശങ്കറിന് നേരെ തിരിഞ്ഞു. സാർ, വല്ലാത്ത തണുപ്പ്. ശിവശങ്കർ മകനെ നോക്കി ഒരാംഗ്യം കാണിച്ചു. വിവേക് വേഗം ഷെൽഫ് തുറന്ന് റമ്മിന്റെ 2 ഫുൾ ബോട്ടിലുകൾ എടുത്ത് ടീപ്പോയിൽ വെച്ചു. പിന്നെ ഗ്ലാസുകളും, ഒരു ജഗ്ഗിൽ വെള്ളവും, 2 കാസറോളുകളും. മുരുകവേലിന്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ കാസറോളുകൾ തുറന്നു. സുഖകരമായ ഗന്ധമുള്ള ആവി പുറത്തേക്ക് തള്ളപ്പെട്ടു. ചൂട് പൊറോട്ടയും വറുത്ത ഇറച്ചിയും. ഇത് എന്തിറച്ചിയാ? അയാൾ ഒരു പീസ് എടുത്ത് മണത്തു നോക്കി. നിന്റെ പേരുള്ളത് തന്നെ. ശിവശങ്കർ ചിരിച്ചു. മയിൽ? ആ, കരിമുട്ട് കോളനിയിലുള്ള നമ്മുടെ ഒരാള് കെടിവെച്ച് പിടിച്ചു തന്നതാ നിങ്ങൾക്ക് വേണ്ടി. പ്രമാദം. മുരുകൻ ആ ഇറച്ചി പീസ് ടേസ്റ്റ് ചെയ്തിട്ട് നാവ് നീട്ടി ചിറ തുടച്ചു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. ആഗതർ 5 പേരും ടീപ്പോയ്ക്ക് വട്ടമിട്ടിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ 2 കുപ്പി മദ്യവും ഭക്ഷണ പദാർത്ഥങ്ങളും തീർന്നു. വാഷ് ബേസിനിൽ കൈ കഴുകി മുണ്ടിന്റെ അഗ്രത്തിൽ തുടച്ചു മുരുകവേൽ. ശേഷം ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ശിവശങ്കർക്കെതിരെ ഇരുന്നു. മറ്റുള്ളവർ അയാൾക്ക് പിന്നിൽ നിന്നു. പറയണം സാർ. എന്താ ഫോണിൽ പോലും സൂചിപ്പിക്കാതെ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ശിവശങ്കർ തന്റെ സെൽഫോണിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് മുരുകവേലിന്റെ മുഖത്തിന് നേർക്ക് പിടിച്ചു. ഇവൻ കാരണവർ കേശവ്, ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചറാണ്. മുരുകവേലിന്റെ കണ്ണുകൾ അസ്ത്രങ്ങൾ കണക്കെ കാരണവരുടെ ഫോട്ടോയിൽ തറഞ്ഞു. അപ്പോൾ ശിവശങ്കർ തുടർന്നു. ഇവന് നമ്മുടെ എല്ലാ ബിസിനസിന്റെയും പകുതി ലാഭം വേണം. തുടർന്ന് ശിവശങ്കർ താനുമായി കാരണവർ വിലപേശാനുണ്ടായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അപ്പടിയാ. മുരുകവേൽ മീശയില്ലാത്ത തന്റെ മേൽചുണ്ടിൽ ഒന്ന് തടവി. എങ്കിൽ പകുതിയാക്കണ്ട, മുഴുവനും ഒന്നിച്ചങ്ങ് കൊടുത്തേക്കാം അല്ലേ സാർ? അതെ. പക്ഷെ നിങ്ങൾ ആരാണെന്ന് മരണത്തിൽ പോലും അവൻ അറിയണ്ട. മുരുകവേൽ മറുപടി പറയാൻ ഭാവിച്ചതും ശിവശങ്കറിന്റെ ഫോൺ ഇരമ്പി. അയാൾ അടുത്ത് നോക്കി. ഡിസ്പ്ലേയിൽ മിന്നുന്ന അക്ഷരങ്ങൾ കണ്ടതും ശിവശങ്കറിന്റെ മുഖം കറുത്തു. കാരണവർ കോളിംഗ്. അവനാ? മുരുകവേലിനോടും മറ്റും പറഞ്ഞിട്ട് ശിവശങ്കർ ഫോൺ സ്പീക്കർ മോഡിൽ ആക്കിക്കൊണ്ട് കോൾ എടുത്തു. ഹലോ സാറേ, കാരണവരാണേ. അപ്പുറത്തുനിന്ന് കാരണവർ കേശവിന്റെ ഒച്ച. രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. ഓ, അതിനു മാത്രം രാത്രി വൈകിട്ടില്ലല്ലോ കാരണവരെ. ശിവശങ്കർ മുരുകവേലിനെ നോക്കി കണ്ണിറുക്കി. അല്ല സാറേ, എന്നാലും താൻ വിവരം പറ കാരണവരെ. എനിക്ക് 2 അത്യാവശ്യങ്ങളുണ്ട് സാർ. ഒന്ന് വീടിനോട് ചേർന്ന് കിടക്കുന്ന 1.5 ഏക്കർ പറമ്പ്. അത് നാട്ടിലാ. അതിപ്പോൾ വിൽക്കാൻ പോവുകയാണെന്ന് കേട്ടു. തൊട്ടടുത്തുള്ള മണ്ണല്ലേ, വിട്ട് കളയാതിരിക്കുന്നതല്ലേ ബുദ്ധി. അത് നേരാ. ശിവശങ്കർ സമ്മതിച്ചു. മറ്റാരെങ്കിലും വാങ്ങിയാൽ അത് തിരിച്ചു കിട്ടുമെന്ന് കരുതണ്ട. അതെ അതെ. കാരണവരുടെ ശബ്ദത്തിൽ സന്തോഷം തിങ്ങി. ഒരു 40 ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരും. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് വേറെ. ഇനി അടുത്ത കാര്യം, ഡ്രൈവർ സണ്ണിമോനെ ജാമ്യത്തിലിറക്കണം. നല്ലൊരു അഡ്വക്കേറ്റ് തന്നെ അതിന് വേണ്ടിവരും. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണേ സണ്ണിമോൻ. എല്ലാം കൂടി എത്ര വേണ്ടിവരും കാരണവരെ? ശിവശങ്കർ മുരുകവേലിനെ നോക്കി ഒരിക്കൽ കൂടി കണ്ണിറുക്കി. സാർ, ഒരു 65 ലക്ഷം. ശിവശങ്കർ ചിന്തിക്കാൻ എന്നവണ്ണം അല്പസമയം എടുത്തിട്ടാണ് മറുപടി നൽകിയത്. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസത്തെ സാവകാശം തരാമോ? ഓ ഷുവർ സാർ. കാരണവർ സന്തോഷത്താൽ മതിമറന്നുവെന്ന് ഉറപ്പ്. പിന്നെ സാറിന്റെ മോനും രാഹുൽ സാറിന്റെ മോളും തമ്മിലുള്ള വീഡിയോ എന്റെ കയ്യിലുള്ളത് കൊണ്ടാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് കരുതല്ലേ. ശിവശങ്കറുടെ പുരികങ്ങൾ കൂർത്തു. ഇത് നൈസായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എങ്കിലും അറിയിച്ചതിങ്ങനെ. ഏയ്, ഞാനങ്ങനെയൊന്നും കരുതില്ല കാരണവരെ. നേരത്തെ നമ്മൾ ഉറപ്പിച്ച ഡീലല്ലേ ഇത്. അപ്പോൾ 2 ദിവസത്തിന് ശേഷം തനിക്ക് പണം കിട്ടിയിരിക്കും. പക്ഷേ ഒരു സംശയം. എന്താണ് സാർ? ഇത്രയും പണം മുടക്കി താൻ ഭൂമി വാങ്ങുമ്പോൾ അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണ്ടേ? അവിടെ കാരണവർ പരിങ്ങുമെന്നാണ് ശിവശങ്കർ കരുതിയത്. എന്നാൽ ഉണ്ടായില്ല. അതിനാണോ സാർ ബുദ്ധിമുട്ട്? ഭാര്യയുടെ അപ്പന് കോന്നിയിൽ 99 ഏക്കർ ഭൂമിയുണ്ട്, സർക്കാർ പട്ടയത്തിന് നൽകിയത്. അവിടെ വാഴകൃഷി നടത്തിയെന്ന് പറയും. നമ്മുടെ പല നേതാക്കന്മാരും ഇങ്ങനെയാണല്ലോ വരുമാനം കാണിക്കുന്നത്. കാരണവരുടെ അടക്കിയ ചിരി ഫോണിലൂടെ ഒഴുകി വന്നു. പെട്ടെന്ന് സീൽക്കാരം പോലെ
ഒരു പെൺശബ്ദവും ഫോണിൽ കേട്ടു. ശിവശങ്കറുടെ മുഖം തെളിഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കാരണവരെ, ഗുഡ് നൈറ്റ്. തിടുക്കത്തിൽ അയാൾ കോൾ മുറിച്ചു. എല്ലാം കണ്ടും കേട്ടും ഇരുന്ന മുരുകവേൽ എന്തോ ശബ്ദിക്കാൻ ഭാവിച്ചു. അരുത് എന്ന ഭാവത്തിൽ കൈ ഉയർത്തിയിട്ട് വേഗം മറയൂർ ഫോറസ്റ്റ് ഓഫീസിലെ തന്റെയൊരു വിശ്വസ്തനെ ശിവശങ്കർ ഫോണിൽ വിളിച്ചു. സാർ, എന്താ രാത്രിയിൽ? ചോദ്യം വന്നു. ആ റേഞ്ചർ കാരണവർ എവിടെ പോയതാ? അതോ? അപ്പുറത്തുനിന്ന് പതിഞ്ഞ ശബ്ദം. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാ. മിക്കവാറും ആ നിശാചരൻ ഭൈരവമൂർത്തിയുടെ വീട്ടിൽ കാണും. അവിടെ ഇപ്പോൾ കാരണവർ സാറിനൊരു പോക്കുവരവുണ്ട്. ശിവശങ്കർ അമർത്തിമൂളി. എന്താ സാർ, വല്ല പ്രശ്നവുമുണ്ടോ? ഏയ്, ഒന്നുമില്ല. എനിക്കയാളെ ഒന്ന് കാണണമായിരുന്നു. ഇപ്പം വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ്. ഇനി രാവിലെ വിളിച്ചോളാം. പറഞ്ഞതും ശിവശങ്കർ ഫോൺ കട്ട് ചെയ്തു. ശേഷം മുരുകവേലിനോട് പറഞ്ഞു, പറ്റിയ സന്ദർഭമാ. അയാൾ വരുന്ന വഴി ഇവൻ കാണിച്ചു തരും. ശിവശങ്കർ വിവേകിന്റെ നേർക്ക് തിരിഞ്ഞു. നീ കൂടി ഇവരുടെ കൂടെ പോ. എന്നിട്ട് പാളപ്പെട്ടി ST കോളനിയിൽ നിന്ന് വരുന്ന റോഡ് കാണിച്ചു കൊടുക്ക്. ശരി അച്ഛാ. അപ്പോൾ തന്നെ മുരുകവേലും സംഘവും വിവേകിനെ കൂട്ടി ഇന്നോവ കാറിൽ പാഞ്ഞുപോയി. കഴിവേറി മോൻ. ശിവശങ്കറുടെ അണപ്പല്ലുകൾ കൂട്ടിഞ്ഞെരിച്ചു. സമയം രാത്രി 2 മണി. മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു നിശാചരൻ ഭൈരവമൂർത്തിയുടെ വീടും പരിസരവും. മേശപ്പുറത്തേക്ക് തലചായ്ച്ച് മദ്യലഹരിയിൽ കമിഴ്ന്ന് കിടക്കുകയാണ് നിശാചരൻ. ഉൾമുറിയിൽ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ആമ്പൽ അഴിഞ്ഞു വീണ തലമുടി വാരിക്കെട്ടി. ബ്ലൗസിന്റെ കുടുക്കുകൾ പിടിച്ചിട്ടു. പോണില്ലേ സാറേ? അവൾ ഇടം കണ്ണിട്ട് കള്ളച്ചിരിയോടെ കാരണവർ കേശവനെ നോക്കി. പോകാൻ തോന്നുന്നില്ലടി. അയാൾ കൈനീട്ടി അവളുടെ അണിവയറിൽ ഒന്ന് ചുറ്റിപ്പിടിച്ചു. പിന്നെ എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. ഈ നേരത്താരാ? പിറുപിറുത്തുകൊണ്ട് അയാൾ ഫോണെടുത്തു. തലസ്ഥാനത്തു നിന്നുള്ള ഒരു കോൾ. അയാൾ അറ്റൻഡ് ചെയ്തു. സാർ, വൈകി കിട്ടിയ ഒരു വിവരമാ. മറുതലക്കിൽ നിന്ന് ശബ്ദം വന്നു. പറയൂ. കാരണവർക്ക് ജിജ്ഞാസയായി. ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ രാഹുൽ രാജ് സാറിന് ട്രാൻസ്ഫർ, നിലമ്പൂരിന്. ആഹാ. കാരണവർ നെറ്റിച്ചുളിച്ചു. യെസ് സാർ, നല്ല പ്രഷർ ചെലുത്തി വാങ്ങിയതാന്നാ അറിഞ്ഞത്. മിക്കവാറും നാളെ രാവിലെ മെയിലിൽ ഓർഡർ എടുക്കും. ഓക്കെ. കാരണവർ കോൾ മുറിച്ചു. രാഹുൽ സാറിൻ്റേത് രക്ഷപ്പെടലാണ്. തന്നിൽ നിന്ന്. ഇവിടെ നിന്നാൽ താൻ പറയുന്നത് അനുസരിക്കേണ്ടി വരുമെന്ന് അയാൾക്കറിയാം. അയാൾ പോയി കഴിഞ്ഞ് മകളുടെ വീഡിയോ തന്റെ ഫോണിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുപറ്റി സാറേ? ആമ്പൽ കൊഞ്ചലോടെ തിരക്കി. മറുപടി പറയാതെ കാരണവർ വേഗം യൂണിഫോം ധരിച്ചു. ഒരുത്തനും അങ്ങനെ തന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ലെന്ന് മനസ്സിൽ കുറിച്ചു. എല്ലാം ഇനി വരുമ്പോൾ പറയാമടി. അത്രമാത്രം ആമ്പലിനോട് പറഞ്ഞിട്ട് ജീപ്പിന്റെ കീയുമെടുത്ത് അയാൾ മുറ്റത്തേക്കിറങ്ങി. തിണ്ണവരെ ആമ്പലും ഒപ്പം ചെന്നു. ജീപ്പ് സ്റ്റാർട്ടായി. അയാൾ പിന്നോട്ടെടുത്ത് തിരിച്ചു. അത് മഞ്ഞിലേക്ക് ഊളിയിട്ട് മറയുന്നത് കണ്ടപ്പോൾ ആമ്പൽ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വഴിയിൽ കാത്തിരിക്കുന്ന അപകടത്തെക്കുറിച്ച് തെല്ലും സംശയമില്ലാതെ കാരണവർ കേശവ് ജീപ്പിന്റെ ആക്സിലേറ്റർ പരമാവധി ചവിട്ടി അമർത്തി. ബാക്കി ഭാഗം മറ്റന്നാൾ.